എല്ലാ വിദ്യാർത്ഥികൾക്കും ഐവ സുന്നിയ റെസിഡൻഷ്യൽ അക്കാദമിയുടെ +1 എക്കണോമിക്സ് ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പാർട്ട് 2 ഒന്നാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ഇൻട്രൊഡക്ഷൻ എന്ന ചാപ്റ്ററാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ അതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ആ ചാപ്റ്ററിൻ്റെ ബാക്കി പോർഷൻസ് ആണ്. അതുപോലെ തന്നെ ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസുമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ആ ചാപ്റ്റർ നമ്മൾ ഇന്ന് കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും. ചാപ്റ്റർ 1 ഇൻട്രൊഡക്ഷൻ പാർട്ട് 2 ആണ്. പ്രത്യേകം നോട്ടുകൾ അതിനായിട്ട് തന്നെ മറ്റൊരു നോട്ട്സ് വാങ്ങാൻ എല്ലാവരും ശ്രമിക്കുക. വാട്ട് സ്റ്റാറ്റിസ്റ്റിക് ഡസ് ഓർ ഫങ്ഷൻസ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ്. നമ്മൾ ചാപ്റ്ററിൽ ഇനി പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്യേണ്ട ഒരു ടോപ്പിക്കാണ് എന്താണ് സ്റ്റാറ്റിസ്റ്റിക്സ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്താണ് സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ധർമ്മം, ഫങ്ഷൻസ് എന്താണ്, അതാണ് നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത്. സ്റ്റാറ്റിസ്റ്റിക് ഈസ് ആൻ ഇൻഡിസ്പെൻസബിൾ ടൂൾ ഫോർ ആൻ എക്കണോമിസ്റ്റ് ടു അണ്ടർസ്റ്റാൻഡ് എക്കണോമിക് പ്രോബ്ലം. ഒഴിച്ചുകൂടാനാവാത്ത ഒരു ടൂളായിട്ടാണ് സ്റ്റാറ്റിസ്റ്റിക്സിനെ എക്കണോമിസ്റ്റ് കൺസിഡർ ചെയ്യുന്നത്. യൂസിങ് വേരിയസ് സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ് എക്കണോമിക് ഫൈൻഡ് ഔട്ട് ദ കോസ് ബിഹൈൻഡ് ദി എക്കണോമിക് പ്രോബ്ലം വിത്ത് ദി ഹെൽപ്പ് ഓഫ് ക്വാളിറ്റേറ്റീവ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് ഫാക്ട്സ്. അപ്പോൾ ഇവിടെ പറയുന്നത് വിവിധ സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡുകൾ യൂസ് ചെയ്തിട്ട് എക്കണോമിസ്റ്റ് എന്ത് ചെയ്യുന്നു, എക്കണോമിക് പ്രോബ്ലത്തിൻ്റെ കാരണങ്ങൾ, അതിൻ്റെ പിന്നിലുള്ള കാരണങ്ങൾ കണ്ടെത്തുകയും അതുപോലെ തന്നെ എന്താണ് ഏതൊക്കെ ഇൻഫർമേഷൻസ് ഉപയോഗിച്ചാണ് ബോത്ത് ക്വാണ്ടിറ്റേറ്റീവ് ആസ് വെൽ ആസ് ക്വാളിറ്റേറ്റീവ്, അല്ലേ, ക്വാണ്ടിറ്റേറ്റീവും അതുപോലെ തന്നെ ക്വാളിറ്റേറ്റീവും ആയിട്ടുള്ള ഫാക്ട്സ് ഇൻഫർമേഷൻ ഉപയോഗിച്ചുകൊണ്ട് എക്കണോമിസ്റ്റ് എന്ത് ചെയ്യും, സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ് ഉപയോഗിക്കും. എന്നിട്ട് ഡിഫറെൻറ്റ് എക്കണോമിക്സ് പ്രോബ്ലത്തിൻ്റെ കാരണങ്ങൾ അല്ലെങ്കിൽ അതിന് കാരണമായിട്ടുള്ള ഘടകങ്ങളൊക്കെ കണ്ടെത്തുന്നതായിരിക്കും. When the causes of an economic problem are identified, it is easier to formulate suitable policies to tackle it. അത്തരത്തിൽ കൃത്യമായിട്ടുള്ള പ്രോബ്ലംസുകൾ കണ്ടെത്തി കഴിഞ്ഞാൽ, കൃത്യമായിട്ടുള്ള പ്രോബ്ലംസ് ഐഡൻറ്റിഫൈ ചെയ്താൽ എന്താണ് പിന്നെ കാര്യങ്ങൾ ഈസിയാണ്. ആ പ്രോബ്ലത്തെ എങ്ങനെ ടാക്കിൾ ചെയ്യണം എന്നുള്ള പോളിസീസ് നമുക്ക് ഫോർമുലേറ്റ് ചെയ്യാൻ കഴിയും. അതുകൊണ്ടാണ് ഇവിടെ എന്താണ് ആ ഒരു പ്രോബ്ലത്തെ ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത് മനസ്സിലാക്കുക. എങ്ങനെയാണ് പ്രോബ്ലത്തെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്? സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്സ് ഉപയോഗിച്ചിട്ടാണ് പ്രോബ്ലത്തെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. എക്കണോമിസ്റ്റ് എക്കണോമിക് പ്രോബ്ലംസിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യുന്നുണ്ട്, സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്സ് ഉപയോഗിക്കുന്നുണ്ട്. അതിനുവേണ്ടി ക്വാളിറ്റേറ്റീവും ക്വാണ്ടിറ്റേറ്റീവും ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ഫാക്ട്സിനെ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. അത്തരത്തിൽ പ്രോബ്ലംസ് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിച്ചാൽ, അല്ലെങ്കിൽ എക്കണോമിക് പ്രോബ്ലത്തിൻ്റെ കാരണങ്ങൾ കണ്ടെത്താൻ കഴിഞ്ഞാൽ എന്താണ്, ഇറ്റ് ഈസ് ഈസിയർ ടു ഫോർമുലേറ്റ് സ്യൂട്ടബിൾ പോളിസീസ് ടു ടാക്കിൾ ഇറ്റ്, അല്ലേ. കൃത്യമായിട്ട് എന്താണ് പോളിസീസുകളൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ട് നമുക്ക് അതിനെന്ത് ചെയ്യാം, മറികടക്കാൻ പറ്റും, അല്ലേ. നമ്മളെ ജി ഡി പിയിൽ ഇടിവുണ്ടായിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ് ഉപയോഗിച്ച് കണ്ടെത്തി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, GDPയെ സ്ട്രെങ്തൻ ചെയ്യാനുള്ള പോളിസീസുകൾ ഫോർമുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമ്മൾ കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ ശ്രമിക്കുക, മനസ്സിലാക്കാൻ ശ്രമിക്കുക. അതുകൊണ്ടാണ് ഈ ഒരു എക്സാമ്പിൾ കൂടി ഇവിടെ പറയുന്നത്. അപ്പോൾ നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്സ് ഉപയോഗിക്കുന്നത് എന്താണ്, എക്കണോമിക് പ്രോബ്ലംസിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്സ് ഉപയോഗിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഫസ്റ്റ് പോയിന്റ് എന്തായിരുന്നു, സ്റ്റാറ്റിസ്റ്റിക് എക്കണോമിസ്റ്റിന് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ടൂളായിട്ടാണ് പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് എന്താണ്, സ്റ്റാറ്റിസ്റ്റിക് ഹെൽപ്സ് ദ എക്കണോമിസ്റ്റ് ടു പ്രസൻറ്റ് എക്കണോമിക് ഫാക്ട്സ് ഇൻ എ പ്രിസൈസ് ആൻഡ് ഡെഫിനിറ്റ് ഫോം. സ്റ്റാറ്റിസ്റ്റിക്സ് എക്കണോമിസ്റ്റിന് എന്ത് ചെയ്യണം, എക്കണോമിക് ഫാക്റ്റ്, എക്കണോമിക്കായി റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് വളരെ കൃത്യമായിട്ടും വളരെ ചുരുക്കിയൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, പ്രിസൈസ് ആയിട്ടൊക്കെ എന്ത് ചെയ്യാൻ, ഡെഫിനിറ്റ് ആയിട്ടും പ്രസൻറ്റ് ചെയ്യാൻ പറ്റും, അല്ലേ. വളരെ എന്താണ് ബ്രീഫായിട്ട് എല്ലാവർക്കും എന്താണ് പെട്ടെന്ന് തന്നെ മനസ്സിലാകുന്ന രീതിയിൽ ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇൻഫർമേഷൻസിലെ ഒരുപാട് പരന്ന് കിടക്കുന്ന എക്കണോമിക് ഇൻഫർമേഷൻസ് ഒക്കെ എന്ത് ചെയ്യും, വളരെ പ്രിസൈസ് ആയിട്ട് കൃത്യമായിട്ട് ആക്യുറേറ്റ് ആയിട്ട് ഡെഫിനിറ്റ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാൻ എക്കണോമിസ്റ്റിന് അല്ലെങ്കിൽ എന്താണ്
സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്സുകൾ എന്ത് ചെയ്യുന്നു, സഹായിക്കുന്നു അല്ലേ. നമ്മളൊക്കെ പല ഇൻഫർമേഷൻസും കാണാറുണ്ട് അല്ലേ, ഗ്രാഫ്സുകൾ യൂസ് ചെയ്തിട്ട് അല്ലേ. ഒരു ക്രിക്കറ്റ് മാച്ചുകളിലാണെങ്കിൽ ആ മാച്ചിൽ അദ്ദേഹം സ്കോർ ചെയ്ത കാര്യങ്ങൾ അല്ലെങ്കിൽ ആ മാച്ചിലെ ടോട്ടൽ റൺസ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇടയ്ക്ക് നമ്മൾ എന്ത് ചെയ്യും, ഈ സ്റ്റാറ്റിസ്റ്റിക്കലായിട്ട് ടേബിളൊക്കെ പ്രസൻറ്റ് ചെയ്ത് ഇങ്ങനെ എന്ത് ചെയ്യും, ഡിസ്പ്ലേ ചെയ്യുന്നത് കളിയൊക്കെ കാണുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ അത് കൃത്യമായിട്ട് നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ എന്ത് ചെയ്യും, സ്റ്റാറ്റിസ്റ്റിക്ക് നമ്മളെ സഹായിക്കുന്നുണ്ട്. വളരെ വലിയ എന്താണ് കാര്യങ്ങൾ ഇൻഫർമേഷൻസൊക്കെ വളരെ ഡെഫിനിറ്റായിട്ട് പ്രിസൈസായിട്ട് ക്ലിയർ ആയിട്ട് നമുക്ക് പ്രസൻറ്റ് ചെയ്യാൻ സ്റ്റാറ്റിസ്റ്റിക്സ് നമ്മെ സഹായിക്കും. നെക്സ്റ്റ്, by using statistics, economics facts become precise and exact. Facts are more convincing than vague statement അല്ലേ. അതായത് ഇവിടെ പറയുന്നത് സ്റ്റാറ്റിസ്റ്റിക് ഉപയോഗിക്കുന്നത് വഴി എന്ത് ചെയ്യാൻ പറ്റും, കുറച്ചുകൂടി എന്താണ് കാര്യങ്ങൾ ബോധ്യപ്പെടുന്ന രീതിയിൽ അല്ലേ, ആൾക്കാരെന്താണ് കൺവിൻസ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. അത് ജസ്റ്റ് നമ്മൾ പ്രസൻറ്റ് ചെയ്താൽ കിട്ടുന്നതിനേക്കാട്ടിലും കൂടുതലായിട്ട് എന്ത് ചെയ്യും, അതിന് അംഗീകാരവും അത് കൃത്യമായിട്ട് ഇപ്പോൾ മനസ്സിലാവുകയൊക്കെ ചെയ്യും സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ് യൂസ് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ തന്നെ, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു ഹയർ അതോറിറ്റിക്ക് എന്തെങ്കിലും ഒരു റെക്കമെൻഡേഷൻസ് ഒക്കെ കൊടുക്കുന്ന സമയത്ത് നമ്മളൊരു പാരഗ്രാഫ് മോഡലിൽ ഒരു കാര്യത്തെ സബ്മിറ്റ് ചെയ്യുന്നതും അതേ സംഭവം തന്നെ നമ്മൾ എന്ത് ചെയ്യുകയാണ്, കൃത്യമായിട്ട് ടേബിളും അതുപോലെ തന്നെ അതിൻ്റെ പിന്നെ പ്രീവിയസ് ഇയേഴ്സിലെ ഡാറ്റാസും പ്രസൻറ്റ് ഇയേഴ്സിലെ ഡാറ്റാസൊക്കെ വെച്ചിട്ട് അതിൻ്റെ ശേഷം കാര്യങ്ങൾ കൃത്യമായിട്ട് നമ്മൾ അവതരിപ്പിക്കുകയാണെങ്കിൽ അതിന് കുറച്ചുകൂടി ആക്സെപ്റ്റൻസ് കിട്ടും. അല്ലാതെ നമുക്ക് എന്ത് ചെയ്യും, ക്ലിയറായിട്ട് മെൻഷൻ ചെയ്തിട്ടില്ലെങ്കിൽ അതിനെന്തുണ്ടാവില്ല, അത് വേണ്ടത്ര പരിഗണന കിട്ടാതെ പോകുന്നൊരവസ്ഥ ഉണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ് യൂസ് ചെയ്യുന്നത് വഴി എന്ത് ചെയ്യും, മോർ കൺവിൻസിങ് ദാൻ വാല്യൂ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്നാണ് പറയുന്നത്. കുറച്ചുകൂടി എന്താണ് അത് ആൾക്കാർക്ക് മനസ്സിലാവും എന്നുള്ളതാണ് അതുകൊണ്ട് നമ്മൾ അർത്ഥമാക്കേണ്ടത്. അല്ലെങ്കിൽ കൂടുതൽ അവരെന്ത് ചെയ്യും, ബോധ്യപ്പെടുത്താൻ സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ് ഉപയോഗിക്കുന്നത് വഴി സാധിക്കും എന്നുള്ളതാണ്. Statistics also help in condensing mass data into few numerical measures. Numerical measures help to summarize data. കണ്ടൻസ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്, കൂടുതൽ ഡാറ്റനെ എന്താണ് ചെറുതായിട്ട് ക്രോഡീകരിക്കുന്നതിനാണ് കണ്ടൻസ് ചെയ്യാന്ന് പറയുക അല്ലേ. എല്ലാ ഡാറ്റാസിനെയും നമ്മൾ എന്ത് ചെയ്യാണ്, വളരെ ബ്രീഫായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പ്രസൻറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. സ്റ്റാറ്റിസ്റ്റിക് ഹെൽപ്സ് ഇൻ കണ്ടൻസിങ് മാസ് ഡാറ്റാസിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വളരെ ഷോർട്ടായിട്ട് ബ്രീഫായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഉപയോഗിക്കാൻ പറ്റും സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾ ഉപയോഗിക്കുന്നത് വഴി. ന്യൂമറിക്കൽ മെഷേഴ്സ് ഹെൽപ്സ് ടു സമ്മറൈസ് ഡാറ്റ. ന്യൂമറിക്കലായിട്ടുള്ള മെഷേഴ്സ് ഉണ്ട്, ഒരുപാട് നമുക്ക് പഠിക്കാനുണ്ട്. കുറച്ച് മെഷേഴ്സൊക്കെ അത്തരത്തിലുള്ള മെഷേഴ്സൊക്കെയാണ് എന്ത് ചെയ്യുക, നമുക്ക് ഡാറ്റാസിന് എന്ത് ചെയ്യാൻ പറ്റുന്നത്, കണ്ടൻസ് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്നത്. അപ്പോൾ ആ കണ്ടൻസ് എന്നുള്ള ഒരു ടേം നന്നായിട്ട് ഓർത്ത് വെക്കുക. നെക്സ്റ്റ്, സ്റ്റാറ്റിസ്റ്റിക്സ് ഈസ് യൂസ്ഡ് ഇൻ ഫൈൻഡിങ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഡിഫറെൻറ്റ് എക്കണോമിക് ഫാക്ടേഴ്സ്. എക്കണോമിക്കിലെ ഡിഫറെൻറ്റ് ഫാക്ടേഴ്സ് അല്ലേ, ഇൻട്രസ്റ്റ് റേറ്റും അതുപോലെ തന്നെ എന്താണ് കൺസ്ട്രക്ഷൻ അല്ലെങ്കിൽ എന്താണ് മോട്ടോർ സൈക്കിളിൻ്റെ വിൽപ്പനയും ഒരു റിലേഷൻഷിപ്പാണ്. എന്താണ്, ഇൻട്രസ്റ്റ് റേറ്റ് കുറയുന്ന സമയത്ത് മോട്ടോർ സൈക്കിളിൻ്റെ വിൽപ്പന കൂടുന്നുള്ള ഒരു എക്സാമ്പിളാണ്. അതിന് കാരണം എന്തായിരിക്കും, ഇൻട്രസ്റ്റ് റേറ്റ് കുറയുന്ന സമയത്ത് കൂടുതൽ ആൾക്കാർ എന്ത് ചെയ്യും, ലോൺ എടുക്കാൻ തയ്യാറായിട്ട് ബൈക്ക് വാങ്ങാൻ തയ്യാറാവും. അപ്പോൾ ആ ഒരു റിലേഷൻഷിപ്പാണ്. അപ്പോൾ അതുപോലെ പല റിലേഷൻഷിപ്പും ഉണ്ടാവും നമുക്ക് കണ്ടെത്താൻ കഴിയും, അല്ലെങ്കിൽ ആ റിലേഷൻഷിപ്പ് മനസ്സിലാക്കാൻ പറ്റുമെന്നുള്ളതാണ്. അപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്സ് യൂസ്ഡ് ഇൻ ഫൈൻഡിങ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഡിഫറെൻറ്റ് എക്കണോമിക് ഫാക്ടേഴ്സ് അല്ലേ. ഇൻട്രസ്റ്റ് റേറ്റ് കുറയുന്നത് അല്ലെങ്കിൽ എന്താണ് ഇൻട്രസ്റ്റ് റേറ്റ് കൂടുന്നത് വഴി എന്ത് ചെയ്യും, എക്കണോമിയിലുള്ള ആക്ടിവിറ്റീസ് കുറയുന്നതിന് കാരണമാകും ഒരു കേസാണ്. അല്ലെങ്കിൽ എന്താണ് എല്ലാവർക്കും അറിയാവുന്ന ഒരു സിറ്റുവേഷനാണ്. ഇൻട്രസ്റ്റ് റേറ്റ് കൂടുന്ന സമയത്ത് എന്ത് ചെയ്യും, പണത്തിൻ്റെ ലഭ്യത കുറയുന്ന ഒരു അവസ്ഥ ഉണ്ടാകും കൂടുന്ന സമയത്ത്. അതുകൊണ്ട് എന്ത് ചെയ്യും, എക്കണോമിക് ആക്ടിവിറ്റീസ് ചുരുങ്ങും. അപ്പോൾ അത്തരത്തിൽ പല എക്കണോമിക് ഫാക്ടേഴ്സുകൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഉണ്ട്. പല ഫാക്ടേഴ്സുകളും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാനും കണ്ടെത്താനും ഒക്കെ സ്റ്റാറ്റിസ്റ്റിക്സ് നമ്മെ സഹായിക്കും എന്നുള്ളതാണ്. നെക്സ്റ്റ്, സ്റ്റാറ്റിസ്റ്റിക്സ് ഹെൽപ്പ് ഇൻ എക്കണോമിക്സ് ടു പ്രഡിക്റ്റ് ഫ്യൂച്ചർ ട്രെൻഡ് ആൻഡ് ചേഞ്ചസ് ഇൻ ദി എക്കോണമി. സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റാസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫ്യൂച്ചർ ട്രെൻഡ് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റും അല്ലേ. GDP തന്നെ എടുക്കുക, നമുക്ക് 5 വർഷത്തെ GDP നമുക്ക് കിട്ടുന്നുണ്ട്. ഒരു വർഷം 5 അടുത്ത വർഷം 5.2% GDP വരുന്നത്, ഗ്രോത്ത് വരുന്നത്. അങ്ങനെ അടുത്ത 5.3. അപ്പോൾ ഈ ഡാറ്റാസൊക്കെ ഉപയോഗിച്ച് സ്റ്റാറ്റിസ്റ്റിക്കൽ അതായത് കോറിലേഷനൊക്കെ ഉപയോഗിച്ച് അതിൻ്റെ റിലേഷൻഷിപ്പ് കണ്ടെത്തിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും,
നമുക്ക് ഭാവിയിൽ അടുത്ത വർഷം എത്ര വരും എന്നുള്ളത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ സ്റ്റാറ്റിസ്റ്റിക്സ് നമ്മളെ സഹായിക്കും എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ രാജ്യമൊക്കെ എന്ത് ചെയ്യും, അടുത്ത വർഷം GDP ഇത്ര എന്നൊക്കെ പ്രെഡിക്റ്റ് ചെയ്യുന്നുണ്ട്. അതൊക്കെ എന്തിൻ്റെ സഹായത്തോടെയാണ്? സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ സഹായത്തോടെയാണ് എന്നുള്ളത് മനസ്സിലാക്കുക. ബൈ യൂസിങ് സ്റ്റാറ്റിസ്റ്റിക് എക്കണോമിക്സ് ക്യാൻ ഫോർമുലേറ്റ് പ്ലാൻസ് ആൻഡ് പോളിസീസ്. സ്റ്റാറ്റിസ്റ്റിക്കിൻ്റെ സഹായത്തോടു കൂടി എന്താണ് എക്കണോമിസ്റ്റിന് എന്ത് ചെയ്യും, പ്ലാനുകളും പോളിസീസും നിർമ്മിക്കാൻ അല്ലെങ്കിൽ ഫോർമുലേറ്റ് ചെയ്യാൻ സാധിക്കും. ഇൻ എക്കണോമിക്സ് പോളിസീസ് സ്റ്റാറ്റിസ്റ്റിക് പ്ലേ എ വൈറ്റൽ റോൾ ഇൻ ഡിസിഷൻ മേക്കിംഗ് അല്ലേ. എക്കണോമിക് പോളിസീസിൽ സ്റ്റാറ്റിസ്റ്റിക് ഒരു പ്രധാന എന്താണ് ഡിസിഷൻ മേക്കിങ്ങിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഇത് ലിമിറ്റിംഗ് ആസ്പെക്റ്റ്, ഇപ്പം ഇതുവരെ പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്താണ്, ഫങ്ഷൻസ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക് അല്ലെങ്കിൽ വൈ സ്റ്റാറ്റിസ്റ്റിക് യൂസ്ഡ് അല്ലെങ്കിൽ വാട്ട് സ്റ്റാറ്റിസ്റ്റിക്, എന്താണ് സ്റ്റാറ്റിസ്റ്റിക് ഡസ് എന്നൊക്കെയുള്ള ചോദ്യം വന്നാൽ നമ്മൾ കൊടുക്കേണ്ട കാര്യങ്ങളാണ്. ഇനി ഒരൊറ്റ പാരഗ്രാഫിലായിട്ട് ലിമിറ്റിംഗ് ആസ്പെക്റ്റ് പറയുന്നുണ്ട്. ദി ലിമിറ്റിംഗ് ആസ്പെക്റ്റ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക് ഈസ് ദാറ്റ് ഇറ്റ് ഡസ് നോട്ട് സേ എനിത്തിങ് അബൌട്ട് ക്വാളിറ്റേറ്റീവ് ഡാറ്റ. ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള ഡാറ്റാസ് എന്താ എന്നുള്ളത് നമുക്കറിയാം, അതിനെപ്പറ്റി സ്റ്റാറ്റിസ്റ്റിക്സ് ഒന്നും പറയുന്നില്ല എന്നുള്ളതാണ്. ഇറ്റ് ഡീൽസ് ഓൺലി ക്വാണ്ടിറ്റേറ്റീവ് ഫാക്ട്സ്. മോർ ഓവർ സ്റ്റാറ്റിസ്റ്റിക്കൽ റിസൾട്ട് ആർ ട്രൂ ഓൺലി ഓൺ ആവറേജ്. അപ്പോൾ എന്താണ്, സ്റ്റാറ്റിസ്റ്റിക് ക്വാളിറ്റേറ്റീവ് ഡാറ്റാസിനെ കുറിച്ച് ഒന്നും പറയുന്നില്ല. ഇവിടെ ഇത് മാത്രമേ കൺസിഡർ ചെയ്യുന്നുള്ളൂ, സ്റ്റാറ്റിസ്റ്റിക് ഓൺലി കൺസിഡർ ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റാസ് ആണ്. അതുപോലെ തന്നെ എന്താണ്, സ്റ്റാറ്റിസ്റ്റിക് എന്താണ് ശരിയാവുന്നത് ആവറേജ് ബേസിൽ കാര്യങ്ങൾ എക്സ്പ്രസ് ചെയ്യുന്ന സമയത്താണ് എന്ത് സ്റ്റാറ്റിസ്റ്റിക് ശരിയായി വരുന്നത് എന്നുള്ളത് കൂടിയാണ്. അപ്പോൾ എന്താണ്, സ്റ്റാറ്റിസ്റ്റിക്സ് എന്താണ് ക്വാളിറ്റേറ്റീവ് ഡാറ്റ കൺസിഡർ ചെയ്യുന്നില്ല, ആവറേജ് രീതിയിലാണ് കാര്യങ്ങൾ നമ്മൾ പറയുന്നതെങ്കിൽ അവിടെയാണ് എന്ത് സ്റ്റാറ്റിസ്റ്റിക് ശരിയാവുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് എന്ത് സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ഫങ്ഷൻസ് അല്ലേ. സ്റ്റാറ്റിസ്റ്റിക്സ് എന്താണ്, ഒരു ഇൻഡിസ്പെൻസിബിൾ ടൂൾ ഫോർ എക്കണോമിസ്റ്റ് ആണ് അല്ലേ, ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു ടൂളാണ്. അതുപോലെ തന്നെ എന്താണ്, സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്സ് എന്ത് ചെയ്യാൻ പറ്റുമോ, കോഴ്സസ് ബിഹൈൻഡ് ദി എക്കണോമിക് പ്രോബ്ലംസ് അല്ലേ, എക്കണോമിക് പ്രോബ്ലത്തിൻ്റെ പിന്നിലുള്ള കാരണങ്ങൾ കണ്ടെത്താൻ സഹായിക്കുന്നുണ്ട്. അങ്ങനെ കാരണങ്ങൾ കണ്ടെത്തി കഴിഞ്ഞാൽ അത് സോൾവ് ചെയ്യാനുള്ള പോളിസീസൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ കഴിയും. അതുപോലെ തന്നെ എന്താണ്, പ്രസൻറ്റ് ഇൻഫർമേഷനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രിസൈസ് ആയിട്ടും ഡെഫിനിറ്റ് ഫോമിലും പ്രസൻറ്റ് ചെയ്യാൻ സഹായിക്കും. നെക്സ്റ്റ് പറയുന്നത് എന്താണ്, മോർ കൺവിൻസിങ് ആണ്. സ്റ്റാറ്റിസ്റ്റിക്കൽ രീതിയിൽ നമ്മൾ ഡാറ്റാസ് പ്രസൻറ്റ് ചെയ്യുന്നത് നോർമലായിട്ട് നമ്മൾ എന്താണ് എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്നതിനെക്കാട്ടിലും ആക്സെപ്റ്റൻസ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഫോർമാറ്റ് ഉപയോഗിച്ച് ചെയ്താൽ നമുക്ക് കിട്ടുമെന്നുള്ളതാണ്. അതുപോലെ തന്നെ എന്താണ്, സ്റ്റാറ്റിസ്റ്റിക് വലിയ തോതിലുള്ള ഡാറ്റാസിന് എന്ത് ചെയ്യാൻ പറ്റും, ബ്രീഫായിട്ട് കണ്ടൻസ് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ്, എക്കണോമിക് ഫാക്ടേഴ്സ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് കണ്ടെത്താൻ സ്റ്റാറ്റിസ്റ്റിക് നമ്മളെ സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഫ്യൂച്ചർ ട്രെൻഡ് പ്രെഡിക്റ്റ് ചെയ്യാൻ സ്റ്റാറ്റിസ്റ്റിക്സ് സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പ്ലാൻസ് ആൻഡ് പോളിസീസ് ഫോർമുലേറ്റ് ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. ഡിസിഷൻ മേക്കിങ്ങിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ഫങ്ഷൻസ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഷോർട്ട് ആയിട്ട് മെമ്മറിയിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക, ഓർത്ത് വെക്കുക. ദെൻ അതിൻ്റെ ലിമിറ്റേഷൻസ് ആണെന്ത്, ഇറ്റ് ഡസ് നോട്ട് സേ എനിത്തിങ് അബൌട്ട് ക്വാളിറ്റേറ്റീവ് ഡാറ്റ ആൻഡ് ഇറ്റ് ഡീൽസ് ഓൺലി ക്വാണ്ടിറ്റേറ്റീവ് ഫാക്ട്സ്. മോർ ഓവർ സ്റ്റാറ്റിസ്റ്റിക്കൽ റിസൾട്ട് ആർ ട്രൂ ഓൺലി ഓൺ ആൻ ആവറേജ് ബേസിലാണ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്താവുന്നത്, കറക്റ്റായി വരുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ചാപ്റ്റേഴ്സിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഇൻട്രൊഡക്ഷൻ ചാപ്റ്റർ ആയതുകൊണ്ടാണ് ഇതിൽ കുറച്ച് കണ്ടൻറ്റ് മാത്രമായി വന്നത്. ഇനി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടി പരിചയപ്പെടാം. ഗീവ് ദി ലിമിറ്റേഷൻസ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ്. നേരത്തെ നമ്മൾ ഒരു 2 ലിമിറ്റേഷൻസ് പറഞ്ഞിരുന്നു. അപ്പോൾ കുറച്ചുകൂടി ലിമിറ്റേഷൻസ് നമുക്ക് പറയാം ഇവിടെ. ഒന്നാമത്തത്, ദി ലിമിറ്റേഷൻസ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആർ ഗിവൺ ബിലോ. സ്റ്റാറ്റിസ്റ്റിക്സ് ലോസ് ആർ ട്രൂ ഓൺലി ഓൺ ആവറേജ് അല്ലേ, ട്രൂ ഓൺലി ഓൺ ആവറേജ് അല്ലേ, ആവറേജിലാണ് എന്ത് സ്റ്റാറ്റിസ്റ്റിക് കൂടുതൽ ശരിയായി വരുന്നത്. സ്റ്റാറ്റിസ്റ്റിക് ക്യാൻ ബി മിസ്യൂസ്ഡ്. സ്റ്റാറ്റിസ്റ്റിക് മിസ്യൂസ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം എന്താണ്, സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റാസ് ഉപയോഗിച്ചാൽ കൂടുതൽ ആക്സെപ്റ്റൻസ് കിട്ടും. അതുകൊണ്ട് എന്താണ്, ഇത് തെറ്റായി ഉപയോഗിക്കാനുള്ള പല കാര്യങ്ങളും തെറ്റായി അവതരിപ്പിച്ച് കൺവിൻസ് ചെയ്യാനൊക്കെ ഉപയോഗിക്കാനുള്ള സാധ്യത കൂടുതലാണ്. സ്റ്റാറ്റിസ്റ്റിക് ഡീൽ ഓൺലി വിത്ത് ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ അല്ലെ, ഇത് ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റാസുമായിട്ട് എന്ത് ചെയ്യുന്നുള്ളൂ, കാര്യങ്ങൾ ചെയ്യുന്നുള്ളൂ എന്നുള്ളതാണ്. ക്വാളിറ്റേറ്റീവ് ഡാറ്റാസ് ഉപയോഗിച്ച് സ്റ്റാറ്റിസ്റ്റിക്സ് അവരുടെ ടൂളൊന്നും
ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. സ്റ്റാറ്റിസ്റ്റിക് ഫാക്ട്സ് ആർ കളക്റ്റഡ് ഫോർ എ പ്രീ ഡിറ്റർമൈൻഡ് പർപ്പസ്. സ്റ്റാറ്റിസ്റ്റിക് ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുന്നത് എന്താണ്, ഒരു ഡെഫിനിറ്റ് പേർപ്പസിന് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് അത് ആ പർപ്പസിന് മാത്രമേ യോഗ്യമാവൂ എന്നുള്ളതാണ് ഇവിടെ നമ്മൾ ഓർത്ത് വെക്കേണ്ടത്. അപ്പോൾ നേരത്തെ പറഞ്ഞ ലിമിറ്റേഷൻസ് ഉണ്ട്, അതിൻ്റെ കൂടെ തന്നെ 1-2 ലിമിറ്റേഷൻസ് കൂടി പറയുന്നുണ്ട്. എന്താണ്, സ്റ്റാറ്റിസ്റ്റിക് ഫാക്ട്സ് ആർ കളക്റ്റഡ് ഫോർ പ്രീ ഡിറ്റർമൈൻഡ് പർപ്പസ് ആണ്. അതുപോലെ തന്നെ എന്താണ്, മിസ്യൂസ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. മറ്റുള്ള പോയിന്റ്സുകളൊക്കെ നമ്മൾ ഇപ്പോൾ പറഞ്ഞ പോയിന്റ്സ് തന്നെയാണ്. അപ്പോൾ ഇതാണ് പ്രധാനപ്പെട്ട ലിമിറ്റേഷൻസ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ്. നെക്സ്റ്റ്, മേക്ക് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ആസ് ട്രൂ ഓർ ഫാൾസ്. സ്റ്റാറ്റിസ്റ്റിക്സ് ക്യാൻ ഓൺലി ഡീൽ വിത്ത് ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ. നമ്മൾ പഠിച്ചു അല്ലേ, ട്രൂ ആണ്. സ്റ്റാറ്റിസ്റ്റിക്സ് സോൾവ് എക്കണോമിക് പ്രോബ്ലംസ് നമ്മൾ പഠിച്ചു, ട്രൂ ആണ്. സ്റ്റാറ്റിസ്റ്റിക്സ് ഈസ് ഓഫ് നോ യൂസ് ഓഫ് എക്കണോമിക് വിത്തൗട്ട് ഡേറ്റ. സ്റ്റാറ്റിസ്റ്റിക്സ് പിന്നെ എക്കണോമിക്സിലൊരു ഉപയോഗവും ഇല്ല, ഡാറ്റാസിൻ്റെ അഭാവത്തോടുകൂടി ഒരു ഉപയോഗവും ഇല്ല എന്നുള്ളതാണ്. അത് നമ്മൾ എവിടെയും പറഞ്ഞിട്ടില്ലെങ്കിലും അതും ട്രൂ ആണ് എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ എന്താ, ഡാറ്റാസിൻ്റെ ഹെൽപ്പോട് കൂടിയാണ് സ്റ്റാറ്റിസ്റ്റിക്സ് അനാലിസിസ് ആൻഡ് ഇൻ്റർപ്രിട്ടേഷനൊക്കെ നടത്തുന്നത്. അപ്പോൾ എന്താണ്, ആ സ്റ്റേറ്റ്മെൻറ്റും ട്രൂ ആണ് എന്നുള്ളത് മനസ്സിലാക്കുക. നെക്സ്റ്റ്, മേക്ക് എ ലിസ്റ്റ് ഓഫ് എക്കണോമിക് ആക്ടിവിറ്റീസ് ഫൗണ്ട് ഇൻ യുവർ ലൈഫ്. അല്ലെ, എക്കണോമിക് ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാൽ സാമ്പത്തികപരമായിട്ടുള്ള നേട്ടത്തിന് വേണ്ടി നമ്മൾ പിന്നെ ഇൻവോൾവ്ഡ് ആവുന്ന ആക്ടിവിറ്റീസ് ആണ് എക്കണോമിക് ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാൽ. മോണിറ്ററി ഗെയിന് വേണ്ടി നടത്തുന്ന ആക്ടിവിറ്റീസ് അല്ലേ. അങ്ങനത്തെ കുറച്ച് ആക്ടിവിറ്റീസ് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഇവിടെ ക്വസ്റ്റ്യനിൽ പറയുന്നത്. അപ്പോൾ സം ഓഫ് ദി എക്കണോമിക് ആക്ടിവിറ്റീസ് ഫൗണ്ട് ഇൻ അവർ ഡെയിലി ലൈഫ് ആർ ടീച്ചേഴ്സ് ടീച്ചിങ് ഇൻ ദി സ്കൂൾ. അല്ലേ, ടീച്ചേഴ്സ് എന്താണ് അവിടെ കുട്ടികളെ പഠിപ്പിക്കുന്നത് സേവനം മാത്രമാണോ? അതിനവർക്ക് എന്ത് കൂടി കിട്ടുന്നുണ്ട്, സാലറി കൂടി കിട്ടുന്നുണ്ട് അല്ലേ. അതുപോലെ തന്നെ പീപ്പിൾ വർക്കിംഗ് ഇൻ എ ഫാക്ടറി അല്ലേ, വേജ് കിട്ടില്ലേ, അവിടെ വർക്ക് ചെയ്താൽ അവർക്ക് വേതനം കൊടുക്കണ്ടേ. അപ്പോൾ എന്താണ്, അത് എക്കണോമിക് ആക്ടിവിറ്റീസ് ആണ്. ഡോക്ടർ ട്രീറ്റിംഗ് എ പേഷ്യൻ്റ് അല്ലേ, ഡോക്ടർ വെറുതെ ട്രീറ്റ് ചെയ്യില്ലല്ലോ, അവർക്ക് എന്തിനടിസ്ഥാനപ്പെടുത്തിയ ഫീ വാങ്ങിയിട്ടല്ലേ അവർ ട്രീറ്റ്മെൻറ്റ് നടത്തുക. അതുപോലെ തന്നെ എന്താണ്, മിൽക്ക് മാൻ വർക്കിംഗ് ഇൻ എ ഡയറി ഫാം അല്ലേ, എന്താണ് ഡയറി ഫാമിൽ ഒരു പാൽക്കാരന് വർക്ക് ചെയ്യുന്നത് അല്ലേ. അതൊക്കെ എന്താണ്, എക്കണോമിക് ആക്ടിവിറ്റീസിന് നമുക്ക് പറയാവുന്നതാണ്. നെക്സ്റ്റ് ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യൻസ് കൂടി നമ്മൾ പരിചയപ്പെടാം. ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ ക്വാണ്ടിറ്റേറ്റീവ് ആൻഡ് ക്വാളിറ്റേറ്റീവ് ഡാറ്റ. എന്തൊക്കെ വ്യത്യാസമാണ് ക്വാണ്ടിറ്റേറ്റീവ് ആൻഡ് ക്വാളിറ്റേറ്റീവ് ഡാറ്റ എന്നുള്ളതാണ് ചോദിക്കുന്നത്. ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ ആർ ദോസ് ഡാറ്റ വിച്ച് ക്യാൻ ബി മെഷേർഡ് ഇൻ ന്യൂമറിക്കൽ ടേംസ് അല്ലേ, ന്യൂമറിക്കലായിട്ട് മെഷർ ചെയ്യാൻ പറ്റുന്ന ഡാറ്റാസാണ് ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ. എക്സാമ്പിൾ ഹൈറ്റ്, വെയിറ്റ്, ഇതൊക്കെ എന്താണ് ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റാസിന് എക്സാമ്പിളുകളാണ്. ഓൺ ദി അതർ ഹാൻഡ് ക്വാളിറ്റേറ്റീവ് ഡാറ്റ ആർ ദോസ് ഫാക്ട് വിച്ച് കനോട്ട് ബി ന്യൂമറിക്കലി മെഷേർഡ് അല്ലേ. ക്വാളിറ്റേറ്റീവ് ഡാറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്, അത് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റില്ല അല്ലേ. ഇൻ്റലിജൻസ് അല്ലേ, ഒരാളെ സൗന്ദര്യവും അതുപോലെ തന്നെ ഇൻ്റലിജൻസ്, ബ്യൂട്ടി, ഇതൊക്കെ എന്തിന് എക്സാമ്പിളാണ്, ക്വാളിറ്റേറ്റീവ് ഡാറ്റാസിന് എക്സാമ്പിളുകളാണ് അല്ലേ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പ്രധാനപ്പെട്ട കാര്യം എന്താണ്, ഫങ്ഷൻസ് അല്ലേ, സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ഫങ്ഷൻസ് ആണ് ഡിസ്കസ് ചെയ്തത്. ഒരുപാട് ഫങ്ഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ അവസാനം നമ്മൾ എന്ത് പറഞ്ഞു, ലിമിറ്റേഷൻസ്, പിന്നെ അതുമായി ബന്ധപ്പെട്ട് കുറച്ച് ക്വസ്റ്റ്യൻസും ആൻസേഴ്സുമാണ് പരിചയപ്പെട്ടത്. അപ്പോൾ കൃത്യമായിട്ട് ഇതിൻ്റെ നോട്ട്സുകൾ എഴുതുക, കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. നമ്മളിവിടെ ക്വസ്റ്റ്യൻസ് കൂടി പരിചയപ്പെടുന്നത് എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ, ക്വസ്റ്റ്യൻസ് വരുന്ന രീതി നമുക്കറിയണം. നമ്മൾ ജസ്റ്റ് ഇതിൻ്റെ തിയറികൾ മാത്രം പഠിച്ചു പോയാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, എക്സാമിൽ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ക്വസ്റ്റ്യൻസ് പരിചയപ്പെടുകയും ക്വസ്റ്റ്യൻസ് വരുന്ന രീതി നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവരും നന്നായിട്ട് എന്ത് ചെയ്യുക, മനസ്സിലാക്കാൻ ശ്രമിക്കുക കാര്യങ്ങൾ. അതിനുശേഷം നോട്ട്സ് എഴുതുക. ക്ലാസ്സുകൾ ഒരു തവണ മാത്രം കേൾക്കുന്നത് ഒഴിവാക്കി അറ്റ്ലീസ്റ്റ് 2-3 തവണ ഒക്കെ കേട്ടിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക. എന്നിട്ട് നോട്ട്സ് എഴുതാൻ ശ്രമിക്കുക. അങ്ങനെ എന്ത് ചെയ്യുക, അതിനുശേഷം ക്വസ്റ്റ്യൻസുകളൊക്കെ എന്ത് ചെയ്യുക, നോക്കി കാര്യങ്ങൾ മനസ്സിലാക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, അതിനുശേഷം നിങ്ങൾ ന്യൂസ് പ്രിൻ്റ് പോലുള്ള പേപ്പേഴ്സൊക്കെ ഉപയോഗപ്പെടുത്തി അതിലെന്ത് ചെയ്യുക, ആൻസേഴ്സ് എഴുതാൻ ശ്രമിക്കുക. എങ്ങനെ എന്ത് ചെയ്യുക, നമ്മളെ തന്നെ ഡെവലപ്പ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുവരാൻ ശ്രമിക്കുക. എന്തെങ്കിലും ഡൗട്ട്സോ ക്ലാരിഫിക്കേഷൻസോ ആവശ്യമുണ്ടെങ്കിൽ കോൺടാക്ട്സ് ചെയ്യുക. നന്നായിട്ട് പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ, താങ്ക് യു.